നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM-ൽ ഇപ്പോൾ ഒരു കുറിമുന്നണി രൂപമെടുക്കുകയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KK ശൈലജ, തോമസ് ഐസക് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പിണറായി വിജയനെതിരെ CPM-ൽ ഒരു കുറുമുന്നണി രൂപമെടുക്കുന്നത്. പിണറായിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ വലിയ അബദ്ധമായി തീർന്നുവെന്നും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും മാറി മാറി പ്രോത്സാഹിപ്പിക്കാൻ CPM കാണിച്ച ആ ഒരു ഇരട്ടത്താപ്പ് വലിയ തിരിച്ചടി CPM-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെന്നും തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ TM തോമസ് ഐസക് തുറന്നടിക്കുകയുണ്ടായി. തോമസ് ഐസക് അത് വെറുതെ തുറന്നടിച്ചതല്ല. തോമസ് ഐസക് അങ്ങനെ തുറന്നടിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ഒരുപക്ഷെ MA ബേബിയുടെ ആലോചനയും ബുദ്ധിയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതോടൊപ്പം തന്നെ കണ്ണൂർ ലോബിയിലെ ഏറ്റവും ശക്തിയായ നേതാവ് എന്ന് പറയുന്നത് സാക്ഷാൽ KK ശൈലജയാണ്. ജയരാജന്മാർക്കൊന്നും ഏതായാലും ഇപ്പോൾ കണ്ണൂർ പാർട്ടിയിൽ വലിയ വിലയൊന്നുമില്ല. പാർട്ടി പ്രവർത്തകർക്കിടയിലും അവർക്ക് വലിയ വിലയൊന്നുമില്ല. EP ജയരാജനും MV ജയരാജനും P ജയരാജനുമെല്ലാം എടുക്കാച്ചരക്കുകളായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കണ്ണൂർ ലോബിയിൽ ശക്ത എന്ന് പറയുന്നത് ഇപ്പോഴും KK ശൈലജ തന്നെയാണ്. ശൈലജയെ കൂടെ നിർത്തിക്കൊണ്ട് ബേബിയും ഗോവിന്ദനും തോമസ് ഐസക്കും പിണറായിക്കെതിരെ ഒരു രാഷ്ട്രീയ നീക്കം നടത്താനുള്ള പുറപ്പാടിലാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ CPM വലിയ തിരിച്ചടിയെ നേരിടേണ്ടി വരും. വലിയ തോതിൽ വോട്ടുകൾ നേടി, സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തും. ഇനി UDF അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ CPM-ന് അധികാരത്തിലേക്ക് വരിക അത്ര എളുപ്പമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ കേരളത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയൊരു മുഖത്തെ അവിടെ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലുള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് MA ബേബിയും TM തോമസ് ഐസക്കും MV ഗോവിന്ദനുമെല്ലാം ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ഈ നീക്കം നടത്തുന്നത്. MA ബേബി വളരെ കരുതലോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതികരിച്ചത്. MV ഗോവിന്ദനും വളരെ കരുതലോടെ തന്നെയാണ് പ്രതികരിച്ചത്. MM മണി ഇപ്പോൾ ആളുകളാവട്ടെ, വായ്പോടെ കോടാലികളാകട്ടെ, പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മേടിച്ച് ശാപ്പാടടിച്ചിട്ട് തങ്ങൾക്കെതിരെ വോട്ട് ചെയ്തു എന്ന് പരസ്യമായി ജനങ്ങളെ അവഹേളിക്കുകയും ചെയ്തു. ഇതെല്ലാം യാദൃശികമായി സംഭവിച്ചതല്ല. പിണറായിയോടുള്ള എതിർപ്പിൻ്റെ സൂചനയാണ് MM മണി മുതൽ തോമസ് ഐസക് വരെയുള്ള അവരുടെ പ്രതികരണം. അതുകൊണ്ട് പിണറായിക്ക് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. പാർട്ടിയിൽ പിണറായിയുടെ കരിസ്മ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആധികാരികത, അധികാരം ഇതെല്ലാം CPM-ൽ പതിയെ അവസാനിച്ചു തുടങ്ങുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും പിണറായി വിജയൻ ഏതാണ്ട് പൂർണ്ണമായും കേരളത്തിലെ CPM-ൽ അപ്രസക്തനാകുമെന്നുള്ള സൂചനയാണ് MA ബേബിയെ പോലുള്ളവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ തിരിച്ചു വിളിക്കേണ്ടത്, പാർട്ടിയെ തിരിച്ചു പിടിച്ച് നിലനിർത്തേണ്ടത് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഉത്തരവാദിത്തമല്ല, തങ്ങളുടെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞുവെന്നാണ് MV ഗോവിന്ദനെ പോലെയുള്ളവർ, ബേബിയെ പോലുള്ളവർ, ഐസക്കിനെ പോലുള്ളവർ പറയുന്നത്. പിണറായി ആകാവുന്നതിൻ്റെ പരമാവധി ആയി കഴിഞ്ഞു. 10 കൊല്ലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഇനി അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും നേടാനും ചെയ്യാനുമില്ല. എന്നാൽ പാർട്ടി ഇനി വേണം, പാർട്ടി ഇനി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി സംസ്കാരത്തെ പാർട്ടിയിൽ നിന്ന് തുടച്ചു നീക്കിയാലേ ഇനി പാർട്ടിക്ക് ജനങ്ങളുടെ മുമ്പിൽ നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഇവർ ബ്രഹ്മാസ്ത്രം ഉയർത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പിണറായിക്കെതിരെ പാർട്ടിയിൽ ഒരു കുറുമുന്നണി രൂപപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുറുമുന്നണിയുടെ ലക്ഷ്യം വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായിയെ CPM-ന് നേതൃസ്ഥാനത്ത് നിന്നും നിയമസഭാ കക്ഷി സ്ഥാനത്ത് നിന്നും നീക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ പുതിയൊരാളെ അവിടെ അവരോധിക്കുക എന്നതുമാണ്.